ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. ഒരു സത്യാന്വേഷി ഗുരുവിനെ സമീപിച്ചു, ജ്ഞാനം അർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആ ശിഷ്യനായിക്കൊണ്ടിട്ട് ഉപദേശം കൊടുക്കുന്നു. ആത്മാനാത്മ വിവേചനമൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ മനസ്സിലാക്കി ഗുരു നിർദ്ദേശിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തി തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്വൈത അനുഭൂതിയിലിരുന്നു കൊണ്ട് ഗുരുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്ന ഭാവമാണ് ആ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 503 ശ്ലോകം. നമേ പ്രവൃത്തിർന ച മേ നിവൃത്തിഃ സദൈകരൂപസ്യ നിരംശകസ്യ ഏകാത്മകോ യോ നിബിഡോ നിരന്തരഃ വ്യോമേവ പൂർണ്ണഃ സ കഥം नु ചേഷ്ടതേ. നമേ പ്രവൃത്തിർന ച മേ നിവൃത്തിഃ സദൈകരൂപസ്യ നിരംശകസ്യ ഏകാത്മകോ യോ നിബിഡോ നിരന്തരഃ വ്യോമേവ പൂർണ്ണഃ സ കഥം नु ചേഷ്ടതേ. നമേ പ്രവൃത്തി. ഇനിയിപ്പോൾ എന്ത് പ്രവൃത്തിയാണ് ഉള്ളത്? എനിക്കൊരു പ്രവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമേ പ്രവൃത്തി നച്ചമേ നിവൃത്തി. ഇനി ഒന്നും നിന്ന് നിവൃത്തി പ്രാപിക്കാനുമില്ല. നിവൃത്തി സ്വരൂപമാണ്. ഒന്നും ഒരു പ്രവൃത്തിയുമില്ല, ഒന്നിൻ്റെയും പുറകെ പോകുന്നുമില്ല, ഒന്നിൽ നിന്നും ഉൾവലിഞ്ഞിരിക്കുന്നുമില്ല. ഒന്നിൽ നിന്നും നിവൃത്തി പ്രാപിക്കേണ്ട ആവശ്യവുമില്ല. ഏകരൂപമാണ് നമേ പ്രവൃത്തി നചമേ നിവൃത്തി സദാ ഏകരൂപസ്യ നിരംശകസ്യ. ഒരു തരത്തിലുള്ള നിരംശകസ്യ മേ പ്രവൃത്തി സദാ ഏകരൂപസ്യ നിരംശകസ്യ. ഞാൻ നിരംശകനാണ്. ഒരു തരത്തിലുള്ള കലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗമോ അംശമോ അങ്ങനെയൊന്നുമില്ല. സദാ ഏകരൂപമായിട്ടുള്ള എന്നിൽ എന്ത് പ്രവൃത്തി ഉണ്ടാകാനാണ്? എന്ത് പ്രവൃത്തി ചെയ്യാനാണ്? കിം കരണീയം ഗുരുമഹിമാ കിമകരണീയം ഗുരുമഹിമ. അപ്പോൾ എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാണ്ടിരിക്കാനാണ്? ഇപ്പോൾ BMIയുമായിട്ട് അല്ലെങ്കിൽ ഈ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ് ശരീര മനോബുദ്ധികളുമായിട്ടുള്ള താതാത്മ്യത്താൽ ഇതിൻ്റെയൊക്കെ പിന്നാലെ അലയും. ചിലപ്പോൾ ചിലരിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ മാറ്റി വയ്ക്കും. കുറച്ച് പേരെയൊക്കെ ഇവരിൽ നിന്ന് ഇന്നവരിൽ നിന്നൊക്കെ എനിക്ക് ദുഃഖം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് അങ്ങ് ഇട്ടേക്കും, അല്ലേ? ഉൾവലിയും. അങ്ങനെയൊക്കെ ചെയ്യും. സാധാരണ രീതിയിൽ ലോകത്ത് ജീവിക്കുമ്പോൾ ലൗകികരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതൊന്നുമല്ല. എവിടേക്ക് പോകാനാണ്? എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാതിരിക്കാനാണ്? ഒന്നിൻ്റെയും നമ്മളാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ ഈ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിബിഡമാണ്. ഒരു തരത്തിലുള്ള ഗ്യാപ്പുമില്ല, പൂർണ്ണമാണ്. എന്ത് പ്രവൃത്തിയുടെ ഒരാവശ്യവുമില്ല. കാരണം എന്താ? ഉപാധിയല്ല. നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ. ഇത്തരത്തിലുള്ള ഈ കാര്യം ദേഷ്യവും രാഗവും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ പ്രവൃത്തിയുടെയും ഇതിൻ്റെ നിവൃത്തിയുടെയും ഒക്കെ പുറകെ പോകേണ്ടി വരിക. നമേ
നമേ പ്രവൃത്യന്ന ജമേ നിവൃത്തിഃ സതൈകരൂപസ്യ നിരംശകസ്യ ഏകാത്മകോ യോ നിബിഡോ നിരന്തരോ വ്യോമേവ പൂർണ്ണഃ സ കഥം नु ചേഷ്ടതേ പുണ്യാനി പാപാനി നിരിന്ദ്രിയസ്യ നിശ്ചേതസോ നിർവികൃതേർനിരാകൃതേഃ കുതോ മമാഖണ്ഡസുഖാനുഭൂതേഃ അനന്യവാഗതമിത്യഭിശ്രുതിഃ അനന്യവാഗതം ഇതി ശ്രുതിഃ ഇതി അപി ശ്രുതിഃ. ഓക്കെ. നിരിന്ദ്രിയസ്യ നിശ്ചേതസഃ നിർവികൃതേഃ നിരാകൃതേഃ അഖണ്ഡസുഖാനുഭൂതേഃ മമ പുണ്യാനി പാപാനി കുതഃ അനന്യവാഗതം ഇതി ശ്രുതിഃ അഭിബ്രൂതേഃ. ഇപ്പോൾ പുണ്യാനി പാപാനി നിരിന്ദ്രിയസ്യ നിരിന്ദ്രിയനായിട്ടുള്ള ഞാൻ നിരിന്ദ്രിയനാണ്, നിശ്ചേതസഹ മനസ്സില്ല, ഇന്ദ്രിയാദികളില്ല, ഇങ്ങനെയൊക്കെ ഉള്ള എന്നിൽ എന്ത് പുണ്യമാണ്, നമ്മേ പുണ്യവും ഇല്ല പാപവും ഇല്ല അല്ലേ. അപ്പോൾ പുണ്യാനി പാപാനി ഇവ എങ്ങനെ എന്നിലുണ്ടാകാനാണ്? കാരണം നിരിന്ദ്രിയനാണ്, നിശ്ചേതസ മനസ്സുണ്ടായെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ വരിക. മാത്രമല്ല ഇന്ദ്രിയങ്ങളുമില്ല, നിരിന്ദ്രിയനുമാണ്. ഇനിയോ നിർവികൃതേഹേ നിരാകൃതേ നിർവികൃതേഹേ ഒരു തരത്തിലുള്ള ഈ പ്രകൃതിയുടെ വികൃതികളൊന്നും തന്നെ എന്നിൽ ബാധിക്കുന്നില്ല, എന്നിലില്ല, പ്രകൃതിയേ ഇല്ല. പിന്നെയാണോ പ്രകൃതിയുടെ ആ ഒരു ആഘാതം ഉണ്ടാകുക, അതും ഇല്ല. അപ്പോൾ ഇവയൊന്നുമില്ല. ബ്രൂതേ ശ്രുതിയും പറയുന്നു പുണ്യപാപങ്ങളാൽ അനന്യവാഗതം ഇത് ശ്രുതി, പുണ്യപാപങ്ങളാൽ സ്പർശിക്കപ്പെടുന്നു പോലുമില്ല എന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ കർത്താവാണ് എങ്കിലേ ഭോക്താവാകുകയുള്ളൂ. കർത്താവിന് മാത്രമേ യേശു കർത്താവ് എന്നുള്ള അർത്ഥം എടുക്കരുത് കേട്ടോ. കർത്താവിന് മാത്രമേ കർത്താവിന് മാത്രമേ ഭോക്താവാകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. കർത്താവാണോ ഭോക്താവുമായിരിക്കും, അനുഭവിക്കും. കർത്താവ് ഞാൻ അകർത്താവാണ്, അകർത്തൃ ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒന്നുമേ എന്നിലില്ല. അപ്പോൾ ഈ ജീവിതം ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ജീവിതം ഈ വ്യവഹാരത്തിലുമൊക്കെ അത്യന്തം ധർമ്മത്തെ പിന്തുടർന്ന് അത്യന്തം ധാർമ്മികമായിട്ട് ധാർമ്മികത മുറുകെ പിടിക്കുന്ന ഒരുവന് മാത്രമേ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാൻ പോകുന്നുള്ളൂ അല്ലേ. ജീവിതത്തിൽ ഒരു ധർമ്മവും ഇല്ലാതെ ഇതെല്ലാം പുണ്യം ഇല്ല, പാപം ഇല്ല, സർവ്വവിധത്തിലുള്ള പാപങ്ങളും ചെയ്തിട്ട് സർവ്വവിധത്തിലുള്ള ദ്രോഹവും മറ്റുള്ളവർക്ക് ചെയ്തിട്ട് എന്നിൽ ഇതൊന്നുമില്ല, പുണ്യാനി പാപാനി നിരിന്ദ്രിയസ്യ നിശ്ചേതസോ നിർവികൃതേർ നിരാകൃതേഹേന്ന് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പറയാം, അനുഭവമൊന്നും ഉണ്ടാകില്ല. ഇത് ജീവിതവും അത്യന്തം പരിശുദ്ധമായിരിക്കണം. ആ ജീവിതത്തിലെ ഓരോ ആസ്പെക്റ്റും ഓരോ തലത്തിലും അത്യന്തം പരിശുദ്ധിയോടുകൂടി ധർമ്മത്തെ മുറുകെ പിടിച്ച് ധാർമ്മികമായിട്ട് ധർമ്മത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത ഒരുവന് മാത്രമേ ഈ തരത്തിൽ ഉള്ള ഒരു അനുഭവവും ഉണ്ടാകുകയുള്ളൂ. ഇവിടുത്തെ ശിഷ്യൻ എത്തരത്തിലുള്ള ആളാണ്? ഛായയാ സ്പുഷ്ടമുഷ്ണം വാ ശീതം വാ സുഷ്ടു വാ ന സ്പൃശത്യേവ യത്കിഞ്ചിത് പുരുഷം തദ്വിലക്ഷണം. ഛായയാ സ്പൃഷ്ടമുഷ്ണം വാ ശീതം വാ സുഷ്ടു വാ ന സ്പൃശത്യേവ യത്കിഞ്ചിത് പുരുഷം തദ്വിലക്ഷണം. ഛായയാ സ്പൃഷ്ടം ഉഷ്ണം വാ ശീതം വാ സുഷ്ടു വാ തദ്വിലക്ഷണം പുരുഷം യത് കിഞ്ചിത് ന ഏവ സ്പൃശതി. ഇപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുകയാണ്. ഛായയാ എൻ്റെ നിഴൽ വളരെ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിൽ ഇരുന്ന ഒരാൾ നല്ല വെയിലത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് പലഹാരങ്ങളൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചായ ആ നിഴലിൽ എൻ്റെ ചായ ആ തിളച്ച എണ്ണയിൽ എൻ്റെ നാവ് ഉളുക്കുന്നതാണ്. ഈ തിളച്ച എണ്ണയിൽ നടക്കുന്ന എന്നെ ഇങ്ങനെ തിളച്ച എണ്ണയിലല്ല നടക്കുന്നത്,
ഇങ്ങനെ നടന്നു പോകുമ്പോൾ തിളച്ച എണ്ണയിൽ എൻ്റെ ചായ പതിക്കുകയാണ്. അങ്ങനെ തൻ്റെ നിഴൽ അതിൽ പതിയുമ്പോൾ, ആ തിളച്ച എണ്ണയിൽ തൻ്റെ നിഴൽ പതിയുമ്പോൾ ആ നിഴലിന് എന്തെങ്കിലും ബാധിക്കുമോ? ഉഷ്ണവും ശീതവും അതുപോലെ തന്നെ അത് വളരെ മനോഹരമാണ് അല്ലെങ്കിൽ വളരെയധികം മലിനമാണ് എന്നൊക്കെ ആ നിഴലിനെ ബാധിക്കുമോ? ശരീരം ചായയിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ചായയുടെ സംബന്ധം ശരീരത്തെ ബാധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ ഒരു ഛായ മാത്രമാണ് ഈ ദേഹം എന്നുള്ളത്. ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ദോഷങ്ങൾ, ശരീരത്തിൻ്റെ കഷ്ടതകളൊന്നും ആത്മാവിനെ ബാധിക്കില്ല. 505 ഒന്നുകൂടി വായിച്ചേക്കാം. ഛായയാ സ്പൃഷ്ടമുഷ്ണം വാ ശീതം വാ സുഷ്ടു ദുഷ്ടു വാ ന സ്പൃശത്യേവ യത്കിഞ്ചിത് പുരുഷം തദ്വിലക്ഷണം ന സാക്ഷിണം സാക്ഷ്യധർമാഃ സംസ്പൃശന്തി വിലക്ഷണം അവികാരമുദാസീനം ഗൃഹധർമാഃ പ്രതീപവത് ന സാക്ഷിണം സാക്ഷ്യധർമാഃ സംസ്പൃശന്തി വിലക്ഷണം അവികാരമുദാസീനം ഗൃഹധർമാഃ പ്രതീപവത് സാക്ഷിണം സാക്ഷ്യധർമാഃ. ഈ സാക്ഷി എന്നുള്ളത് അല്ലേ എല്ലാം അറിയുന്നുണ്ട്. ഈ അറിയപ്പെടുന്ന വസ്തുക്കളുടെ അവയുടെ ഒന്നും ധർമ്മം സാക്ഷിയിലേക്ക് വരില്ല. പ്രകാശിപ്പിക്കപ്പെട്ട വസ്തുവിൻ്റെ ധർമ്മം ആ സാക്ഷിയെ ബാധിക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൃഹധർമാഃ പ്രദീപവത്. ഗൃഹധർമാഃ, ഗൃഹത്തിൻ്റെ ധർമ്മങ്ങളുണ്ടല്ലേ ചില വീടുകളിലൊക്കെ അനവധി ഫർണിച്ചർ, അതുപോലെ തന്നെ വീടിന് നല്ല വളരെ മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള തറ അല്ലേ, ഫ്ലോറൊക്കെ നല്ല വളരെ വൃത്തിയാക്കിയിടും. അതൊക്കെ ഗൃഹത്തിൻ്റെ ധർമ്മമാണ്, ഗൃഹധർമ്മങ്ങളാണ്. അതൊന്നും ആ ഗൃഹത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദീപത്തെ, വീട്ടിലെ ദീപം അതിനെല്ലാം പ്രകാശിപ്പിക്കും. ആ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വലിയ ആഘോഷമായിരിക്കാം, പിറ്റേ ദിവസം നല്ല അടിയായിരിക്കാം, വഴക്കടിക്കുകയായിരിക്കാം, ചിലപ്പോൾ ദുഃഖമാകാം, ചിലപ്പോൾ സുഖമാകാം, സന്തോഷമാകാം. അതെല്ലാം ആ വീട്ടിലെ ദീപം അവിടെ നിന്നുകൊണ്ട് നാടകദീപം അല്ലേ, അതുപോലെ ഗൃഹദീപം പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ ധർമ്മം, വീട്ടിലെ ധർമ്മമൊന്നും ഗൃഹത്തെ ബാധിക്കുന്നില്ല. അതുപോലെ ഗൃഹധർമാഃ പ്രദീപവത് സാക്ഷ്യധർമാഃ വിലക്ഷണം അവികാരം ഉദാസീനം സാക്ഷിണം ന സംസ്പൃശന്തി. ഒന്ന് സ്പർശിക്കുന്നത് പോലുമില്ല. കാരണം ഇതിനെല്ലാത്തിനും സാക്ഷിയാണ്. ഇവിടെ നടക്കുന്ന സർവ്വവിധത്തിലുള്ള കോലാഹലങ്ങൾക്കും സർവ്വവിധത്തിലുള്ള കള്ളത്തരങ്ങൾക്കും ഒക്കെ സാക്ഷിയായി ഇരിക്കുന്നു എങ്കിലും അതൊന്നും എന്നിൽ ഒരല്പം പോലും ബാധിക്കുന്നില്ല. രവേർയഥാ കർമ്മണി സാക്ഷിഭാവോ വന്നേർയഥാ നിയാമകത്വം രജ്ജോർയഥാരോപിതവസ്തുഭംഗഃ രജ്ജോർയഥാരോപിതവസ്തുസംഗഃ തഥൈവ കൂടസ്ഥചിദാത്മനോ മേ രവേർയഥാ കർമ്മണി സാക്ഷിഭാവോ വന്നേർയഥാ ദാഹനിയാമകത്വം രജ്ജോർയഥാരോപിതവസ്തുസംഗഃ തഥൈവ കൂടസ്ഥചിദാത്മനോ മേ. യഥാ രവേഹേ, രവിക്ക് അല്ലെങ്കിൽ സൂര്യന് കർമ്മണി സാക്ഷിഭാവഃ, സൂര്യോദയത്താൽ ഈ ലോകം മുഴുവനും പ്രകാശപൂരിതമാകും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലായിടത്തും സൂര്യരശ്മികൾ എത്തിച്ചേരും. ചിലർ രാവിലെ തന്നെ എഴുന്നേൽക്കും, എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, നടക്കാൻ പോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലർ വഴക്കടിക്കും അല്ലേ, കലഹേന കാലം കഴിക്കും ചിലർ. പക്ഷേ അതൊന്നും തന്നെ ഈ സൂര്യൻ സാക്ഷിഭാവത്തിലാണ് അല്ലേ. സൂര്യൻ ഇതിനെ എല്ലാത്തിനെയും പ്രകാശപൂരിതമാക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ആ സൂര്യനെ ബാധിക്കുന്നില്ല. ഏതുപോലെയാണോ വന്യേഹേ ദാഹനിയാമകത്വം, അഗ്നിയിലേക്ക് അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അഗ്നിക്കില്ല ഒരു രാഗദ്വേഷാദികൾ. നിന്നെ ഞാൻ കത്തിക്കില്ല കേട്ടോ, നീ മാറി നിന്നോളൂ, ഇങ്ങനെയൊന്നുമില്ല. ആരെടുത്ത് വന്നിട്ടുണ്ട് എങ്കിലും അതിന് ഒരു തരത്തിലുള്ള രാഗദ്വേഷാദികളുമില്ല. എന്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒരു കുറച്ച് നേരം കൊണ്ട് ഭസ്മമായിട്ട് തീരും അല്ലേ. അതുപോലെ ഇഷ്ടാനിഷ്ടമൊന്നും ഇല്ലാതെ, ഒന്നിനാലും ബാധിതമാകാതെ
എന്താ കാരണം ഇതെല്ലാം എന്നിൽ ആരോപിതമാണ്. ഈ കയറിൽ പാമ്പ് ആരോപിതമാണ്. ആരോപിതമായിട്ടുള്ള ആ പാമ്പിൻ്റെ ഒരല്പം പോലും വിഷം കയറിൽ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കയറിനെ ബാധിക്കുകയില്ല, കയറ് സ്പർശിക്ക പോകുകയില്ല. അതുപോലെ തന്നെ തഥാ ഏവ കൂടസ്ഥ ചിതാത്മന, അതുപോലെ തന്നെ ചിതാത്മാവായിട്ടുള്ള ശുദ്ധബോധസ്വരൂപമായിട്ടുള്ള ഞാൻ ഒരിക്കലും ആ കൂടസ്ഥനാണ്, ഒരു ചേഞ്ചും എന്നിൽ ബാധിക്കില്ല. അങ്ങനെയുള്ള എന്നെ ഇതൊന്നും സ്പർശിക്കുക പോലുമില്ല. അൺഅഫക്റ്റഡ് ആണ്, അത്യന്തം പ്യുവറാണ്, അത്യന്തം ശുദ്ധസ്വരൂപമാണ്. അടുത്തത് കർത്താപി വാ കാരയിതാപി നാഹം ഭോക്താപി വാ ഭോജയിതാപി നാഹം ദൃഷ്ടാപി വാ ദർശയിതാപി നാഹം സോഹം സ്വയം ജ്യോതിരനീദൃഗാത്മാ. കർത്താപി വാ കാരയിതാപി നാഹം അഹം കർത്താ അഭി കാരയിത അഭി വാ നാസ്മി. ഞാനിട്ട് കർത്താവുമല്ല, ഞാനൊന്നും ചെയ്യില്ലായിരിക്കും, നീ മറ്റു പലരെ കൊണ്ടും ചെയ്യിച്ചാലോ പല കാര്യങ്ങളൊക്കെ. ഇല്ല, ഞാൻ ആരെ കൊണ്ടും ഒന്നും ചെയ്യിക്കുന്നുമില്ല. കർത്താവുമല്ല, ഒന്നും ചില ആളുകൾ അങ്ങനെയുണ്ട്, ഒരു കാര്യവും ചെയ്യൊന്നുമില്ല, പക്ഷെ ചെയ്യിപ്പിക്കാനായിട്ട് എന്തൊരു മിടുക്കാണെന്നറിയോ, അല്ലേ? അങ്ങനെയുള്ള ഇത് രണ്ടുമല്ല, ഞാനിത് രണ്ടുമല്ല. അപ്പോൾ ഈ ലോകത്ത് നമ്മളിത് പലതിനും ഉത്തരവാദിയാണ്, അല്ലേ? നാം ചെയ്യുന്നതിനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനും ഒക്കെ ഈ ലോകത്ത് നമ്മൾ ഉത്തരവാദിയാണ്. പക്ഷേ എങ്കിൽ യഥാർത്ഥ സ്വരൂപത്തിൽ അത് സ്വയം ജ്യോതി ആത്മാവാണത്. കർത്താഭി വാ കാരയിതാഭിനാഹം ഭോക്താഭി വാ ഭോജയിതാഭിനാഹം. ചില ആളുകൾ അങ്ങനെയാണ്, ഒന്നും കഴിക്കുകയൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനായിക്കൊണ്ടിട്ട് വളരെ മിടുക്ക്, അല്ലേ? അങ്ങനെയൊന്നും ഇതൊന്നും എന്നിൽ ബാധിക്കില്ല. ദൃഷ്ടാഭിവാ ദർശയിതാഭിനാഹം സോഹം സ്വയം ജ്യോതിരനീദൃഗാത്മാ. അഹം സഹ അനീദൃഗ സ്വയം ജ്യോതി ആത്മാ. ഞാൻ അനീദൃഗ അതുല്യമാണ്, വേറെ ഒന്നുമായിട്ട് ഇതുപോലെ എന്ന് പറയാനായിക്കൊണ്ടിട്ട് സാധിക്കുകയില്ല. ഇതുപോലെ വേറൊന്നില്ല. അനുപമിതം, ആ തത്വം അനുപമിതം. ഇനി അടുത്തത് ചലേത്യുപാദൗ പ്രതിബിംബലൗല്യം ഔപാധികം മൂഢധിയോ നയന്തി സ്വബിംബഭൂതം രവിവത് വിനിഷ്ക്രിയം കർത്താസ്മി ഭോക്താസ്മി ഹതോസ്മി ഹേതി. മൂഢധിയഃ ഉപാധൗ ചലതി ഔപാധികം പ്രതിബിംബലൗല്യം രവിവത് സ്വബിംബഭൂതം വിനിഷ്ക്രിയം കർത്താ അസ്മി ഭോക്താ അസ്മി ഹതഃ അസ്മി ഇതി നയന്തി. ചലതി ഉപാധൗ, ഉപാധി ചലിക്കുമ്പോൾ ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ വെള്ളത്തിൽ പ്രതിഫലിക്കും, അല്ലേ? സൂര്യൻ്റെ ആ ബിംബം അത് വെള്ളത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ ജലം ചലിക്കുകയാണ് എങ്കിൽ ആ വെള്ളത്തിൽ പതിഞ്ഞിട്ടുള്ള പ്രതിബിംബത്തിനും അതിൻ്റെ ആ ഒരു മാറ്റം, ചലനം അനുഭവപ്പെടാം. അപ്പോൾ ആ ചലനം ബിംബത്തെ ബാധിക്കില്ല. കാരണം ഈ ചലനം എന്നുള്ളത് ഔപാധികമാണ്. ഉപാധിയാൽ അതിൻ്റെ ആ ഒരു പ്രതിബിംബത്തിന് പറ്റിയതാണ്. അതൊരിക്കലും ബിംബത്തെ ബാധിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം അർത്ഥശൂന്യമാണ്, ഇതൊന്നുമേ തന്നെ എന്നെ ബാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം ഉപാധിയാൽ കാട്ടിക്കൂട്ടുന്നതൊന്നും ഉപാധിരഹിതനായിട്ടുള്ള എന്നെ ഒന്ന് സ്പർശിക്കുക പോലുമില്ല. കർത്താസ്മി ഭോക്താസ്മി ഹതഃ അസ്മി. ഞാൻ കൊല്ലപ്പെട്ടുവല്ലോ, ഞാൻ കഴിച്ചുവല്ലോ, ഞാൻ കഴിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. ഇതെല്ലാം അർത്ഥശൂന്യമാകുമോരോ. ഇതെല്ലാം ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യർത്ഥമായിട്ടുള്ള സംസാരത്തിലൂടെ ഇങ്ങനെ അലയുകയാണ്. പക്ഷേ ഇതിൽ പുറത്തു വന്ന ഒരാളുടെ ഭാവമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ജലേ വാപി സ്ഥലേ വാപി ലുഡത്യേഷ ജഡാത്മകഃ നാഹം വിലിപ്യേ തദ്ധർമ്മൈഃ ഘടധർമ്മൈർനഭോ യഥാ ജഡാത്മകഃ ഏഷഃ ജലേ വാ അപി സ്ഥലേ വാ അപി ലുഢതു യഥാ ഘടധർമ്മഃ നഭഃ തഥാ തദ്ധർമ്മഃ അഹം ന വിലിപ്യതേ. ജഡാത്മകഃ, ജഡാത്മകമായിട്ടുള്ള ഈ ശരീരം ലുഢതു,
പതിക്കട്ടെ, എവിടെങ്കിലുമൊക്കെ പതിക്കട്ടെ. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്. എവിടെയെങ്കിലും പതിച്ചോട്ടെ, അതിപ്പോൾ ഇവിടെ വേണമെന്നൊന്നുമില്ല. ഇന്ന സ്ഥലത്ത് വേണം അല്ലേ? നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ, അച്ഛനമ്മമാരൊക്കെ വളരെയധികം നിർബന്ധിക്കും, ഇന്ന സ്ഥലത്തേ എനിക്ക് മരിക്കാവുള്ളൂ, ഇന്ന സ്ഥലത്ത് വേണം മരിക്കാനായിട്ട്, ഗംഗയുടെ തീരത്ത് വേണം. ചിലവർക്ക് അങ്ങനെ പറയും. ചിലർ പറയും എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ഈ വീട്ടിൽ കിടന്നിട്ട്, ഇനി അതല്ല എങ്കിൽ, അങ്ങനെയൊക്കെ മരണത്തെ ഒന്ന് മുൻ കാണുന്നവരാട്ടോ അതുപോലും പറയുകയുള്ളൂ. പലരും തന്നെ അത്ര പോലും ചിന്തിക്കുക പോലും ഇല്ലാത്തവരാണ്. ഇപ്പം ഇവിടെ പറയുകയാണ് ലുടതു, എവിടെയെങ്കിലും പതിക്കട്ടെ, വെള്ളത്തിലാകട്ടെ, ജലേവാപി സ്ഥലേവാപി, വല്ലോ പറമ്പിലോ വല്ലയിടത്തുമൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വല്ലോ ആകാശത്തിലോ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇവയുടെ ഒന്നും, ഈ ജഡാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ധർമ്മത്താൽ ഞാൻ ബാധിതനല്ല. ഏതുപോലെ? നാഹം വിലിപ്യേ, എന്നെ അതൊന്നും ഒരല്പം പോലും സ്പർശിക്കുന്നില്ല. ഏതുപോലെ? തദ്ധർമ്മൈഹി ഘടധർമ്മൈഹി നഭഃ യഥാ, നഭഃ യഥാ ഘടധർമ്മൈഹി നഭഃ യഥാ. ഘടം ഒന്ന് പൊട്ടിയാലും, ഘടത്തെ നല്ല പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചാലും നഭസിനെ, ആകാശത്തെ അതൊന്നും ബാധിക്കുന്നില്ല. ആകാശം അതിനൊക്കെ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തു എന്നല്ലാതെ ആകാശത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ എന്നിൽ ഈ ശരീരം ഉണ്ടായി നിലനിന്ന് മറയും, കുറേ കഴിയുമ്പോൾ അത് പതിക്കട്ടെ, ലുടതു, അത് പതിക്കട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ച് അതുണ്ടായിക്കൊള്ളട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ല. കർത്തൃത്വ ഭോക്തൃത്വ ഖലത്വമത്തതാം ജഡത്വ ബന്ധത്വ വിമുക്തദാദയഃ ബുദ്ധിർവികൽപാനദു സന്തി വസ്തുതഃ സ്വസ്മിൻ പരേ ബ്രഹ്മണി കേവലേ ദ്വയേ. കർത്തൃത്വ ഭോക്തൃത്വ കലത്വമത്തതാ ജഡത്വ ബദ്ധത്വ വിമുക്തദാദയഃ ബുദ്ധേർവികൽപാനദു സന്തി വസ്തുതഃ സ്വസ്മിൻ പരേ ബ്രഹ്മണി കേവലേ ദ്വയേ. കേവലേ അദ്വയേ പരേ ബ്രഹ്മണി സ്വസ്മിൻ കർത്തൃത്വ ഭോക്തൃത്വ കലത്വമത്തതാ ജഡത്വ ബന്ധത്വ വിമുക്തദാദയഃ ബുദ്ധേഹ വികൽപാഃ വസ്തുതഃ തൂ ന സന്തി. ബുദ്ധിയുടെ വികല്പങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഈ കേവലമായിട്ടുള്ള അദ്വയമായിട്ടുള്ള തത്വത്തിൽ ഈ വികല്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ ബുദ്ധിയുടെ വികല്പമാണ്. എന്തൊക്കെ? കർത്തൃത്വം, ഞാനത് ചെയ്തു എന്നുള്ള ആ ഒരു ധാരണ, ഭോക്തൃത്വം, എനിക്കത് തന്നെ, ഞാനാണിതെല്ലാം അനുഭവിക്കുന്നത്, ആ ഒരു അഭിമാനം, ഭോക്തൃത്വ അഭിമാനം, ഖലത്വം, മത്തത, ജഡത്വം, ബദ്ധത്വം, ഇതെല്ലാം വിമുക്താദയഃ, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഈ ബുദ്ധിയുടെ വികല്പങ്ങൾ മാത്രമാണ്. പരബ്രഹ്മമായിട്ടുള്ള എന്നിൽ ഇതൊന്നും ഇല്ല. സന്തു വികാരാഃ പ്രകൃതേർദശാദ്യാം ശതധാ സഹസ്രധാ വാപി. വിഷമവൃത്തമാണ്. കിന്മേ അസംഗചിത്തസ്ഥൈഃ നഘന ക്വചിദംബരം സ്പൃശതി. പ്രകൃതേ വികാരാഃ ദശധാ ശതധാ സഹസ്രധാ വാ അപി സന്തു. പ്രകൃതിയുടെ വികാരങ്ങൾ ഉണ്ടാവട്ടെ, എന്തെങ്കിലുമൊക്കെ നടന്നുകൊള്ളട്ടെ, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഉരുൾപൊട്ടലോ, ഇങ്ങനെ ഇതൊക്കെ പറയണമെങ്കിൽ അല്ലേ ഈ തരത്തിലൂടെ കടന്നു പോയിട്ടുള്ള. അതുകൊണ്ടാണ് ഈ ജ്ഞാനം എല്ലാത്തിനും പരിഹാരമാണ്. എല്ലാത്തിനും ഇവിടെ ഈ ജ്ഞാനം കൊണ്ട് പരിഹരിക്കപ്പെടാത്തതായിട്ട് ഒന്നുമേ ഇല്ല. ഇത് നേടിയെടുത്താൽ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും അതിനാൽ അതാണ് സത്യം. ഇതിനാലൊന്നും ബാധിതമാകാത്ത ശുദ്ധബോധ സ്വരൂപമാണ് ഞാനെന്നുള്ള അറിവിൽ ഇതെല്ലാം ഇല്ലാതെയായി തീരും. അപ്പം ഇവിടെ പറയുകയാണ് പ്രകൃതേഹ വികാരാഹ ദശദാഹ ശതദാഹ സഹസ്രദാഹ വാപി സന്തു. എല്ലാം പ്രകൃതിയുടെ വികാരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. എനിക്കിപ്പോൾ എന്താണ് ശുദ്ധബോധസ്വരൂപം. ഈ മേഘവിസ്ഫോടനം അതൊന്നും ആകാശത്തെ ബാധിക്കില്ല അല്ലേ? അസംഗചിത്തഃ
മേ തേക്കും എനിക്കിപ്പോൾ എന്താണ് എന്താണ് എനിക്കെന്താണ് ഇത് ഏത് ഭാഗത്ത് നിന്നുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ. ഇതിലെ ഒരല്പം മാത്രം കേട്ടിട്ട് ഇതിനെ ഒന്നും വിലയിരുത്താനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. ഇത് ഒരു സത്യാന്വേഷി സത്യത്തെ അറിഞ്ഞ് അദ്ദേഹം ആ അനുഭവ തലത്തിൽ നിന്ന് ഗുരുവിനോടുള്ള തൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്ന ശ്ലോകങ്ങളാണിത്. എനിക്കൊന്നുമേ പ്രശ്നമില്ല, ഇനി എന്തെങ്കിലുമൊക്കെ വന്നുകൊള്ളട്ടെ, ഒന്നിനാലും ഞാൻ ബാധിക്കപ്പെടില്ല എന്ന് പറയുകയാണ്. അവ്യക്താദിസ്ഥൂല പര്യന്തമേതത് വിശ്വം യത്രാഭാസ മാത്രം പ്രതീതം യത്രാഭാസമാത്രം പ്രതീതം വ്യോമപ്രഖ്യം സൂക്ഷ്മമാദ്യന്തഹീനം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി അവ്യക്താദിസ്ഥൂലപര്യന്തമേതത് വിശ്വം യത്രാഭാസമാത്രം പ്രതീതം വ്യോമപ്രഖ്യം സൂക്ഷ്മമാദ്യന്തഹീനം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. ഉപനിഷത്ത് വെളിപ്പെടുത്തി തരികയാണ്. അവ്യക്താദി സ്ഥൂല പര്യന്തമേതത് എത്ര അവ്യക്താദി സ്ഥൂല പര്യന്തം ഏതത് വിശ്വം ആഭാസമാത്രം പ്രതീതം യത് വ്യോമപ്രഖ്യം സൂക്ഷ്മം ആദ്യന്തഹീനം അദ്വൈതം ബ്രഹ്മ തത് ഏവ അഹമസ്മി. അപ്പോൾ ഉപനിഷത്ത് പറഞ്ഞു തരികയാണ്, അദ്വൈതമായിട്ടുള്ള ബ്രഹ്മമാണ്, അത് മാത്രമാണ് ഞാൻ, അതല്ലാതെ വേറൊന്നുമേ അല്ല, അത് മാത്രമാണ് ഞാൻ. അതിൽ ഈ വിശ്വം എവിടെ മുതൽ തുടങ്ങും? അവ്യക്താദി അവ്യക്തം മഹത്തത്വം, അത് കഴിഞ്ഞിട്ട് പിന്നെ അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ഇതെല്ലാം ഈ പ്രപഞ്ചം അവ്യക്തം മുതൽ തുടങ്ങുന്ന പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ഥൂല പ്രപഞ്ചം, അവ്യക്തം മുതൽ ഈ സ്ഥൂല പ്രപഞ്ചം വരെ ഇതെല്ലാം ഒരു പ്രകടനമാണ്, ഒരു പ്രത്യക്ഷമാകൽ മാത്രമാണ്. എന്നിൽ പൊന്തി മറിയുന്ന ഒരു അപ്പിയറൻസ്, അത് മാത്രമാണത്. അവ്യക്താദി സ്ഥൂല പര്യന്തമേതത് വിശ്വം എത്ര ആഭാസമാത്രം, ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമാകൽ മാത്രം, ഒരു പ്രതീതമാണത്, ഒരു തോന്നൽ മാത്രമാണ്, ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണത്. വ്യോമപ്രഖ്യം സൂക്ഷ്മമാദ്യന്തഹീനം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. പിന്നെ ഞാൻ ആരാണ്? ആദ്യവും അന്തവും ഇല്ലാത്ത, ആരംഭവുമില്ല അവസാനവുമില്ല, സമയാതീതമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ആ തത്വമാണ് ഞാൻ, അതാണ് ഞാൻ, അത് മാത്രമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൃഢത നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ. സർവ ആധാരം സർവവസ്തുപ്രകാശം സർവാകാരം സർവകം സർവശൂന്യം നിത്യം ശുദ്ധം നിശ്ചലം നിർവികൽപം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. അത് സർവ ആധാരം, അത് സമസ്ത പ്രപഞ്ചത്തിനും ആധാരമാണ്. എന്നിലാണ് ഈ സമസ്ത പ്രപഞ്ചവും ഉണ്ടായി നിലനിന്ന് അല്ലെങ്കിൽ പൊന്തി മറയുന്നത് എന്നിലാണ്, ഉണ്ടായി നിലനിന്ന് മറയുന്നത് എന്നിലാണ്. ഞാനാണ് ഇതെല്ലാറ്റിനും ആധാരമായിട്ടുള്ളത്. സർവവസ്തുപ്രകാശം ആധാരം മാത്രമല്ല, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും ഞാനാണ്. എൻ്റെ ജ്യോതിയാലാണ്, എൻ്റെ പ്രകാശത്താലാണ് ഇവിടെയുള്ള സർവ്വതും പ്രകാശപൂരിതമാകുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്, എല്ലാറ്റിനും ആധാരവും ഞാൻ തന്നെയാണ്. ഈ രണ്ടേ പദം, സർവാധാരം സർവവസ്തുപ്രകാശം, സർവാധാരം സർവവസ്തുപ്രകാശം, ഈ രണ്ട് പദം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അദ്വൈത വേദാന്തത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സർവത്തിനും ആധാരമാണ്, അതോടൊപ്പം തന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സർവ ആകാരം, അപ്പോൾ എല്ലാ ആകാരങ്ങളും ഞാനാണ് ഇതിനെല്ലാത്തിനും ആധാരമായിട്ടും ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതും. അതേസമയം അതിൻ്റെ തലത്തിൽ നിന്ന് നോക്കുകയാണ് എങ്കിലോ, എൻ്റെ തലത്തിൽ നിന്നിട്ടാണ് എങ്കിലോ സർവശൂന്യം, ഒന്നുമില്ല, ഞാനല്ലാതെ വേറൊന്നുമില്ല.
അല്ലേ? തലം വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് തലത്തിലാണ് എന്നുള്ളത് അറിയണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തലത്തിൽ ആ തത്വത്തെ വെച്ച് നോക്കുമ്പോൾ അത് സർവശൂന്യമാണ്. നിത്യം ശുദ്ധം നിശ്ചലം നിർവികൽപം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി സർവാധാരം സർവവസ്തുപ്രകാശം സർവാകാരം സർവകം സർവശൂന്യം നിത്യം ശുദ്ധം നിശ്ചലം നിർവികൽപം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. അപ്പം സർവ ആധാരം സർവ പ്രകാശം അല്ലേ? സർവ വസ്തുപ്രകാശം. അത് നമ്മളുടെ ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ്. ആ തത്വത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴോ സർവശൂന്യം, ഒന്നുമില്ല അതിൽ. അതല്ലാതെ രൂപം ആകാരം എല്ലാം കാണുന്ന രൂപം പ്രതിരൂപം ബഹിശ്ച അല്ലേ? എല്ലാ രൂപങ്ങളിലൂടെയും അത് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. നിത്യമാണ്. നിത്യം ശുദ്ധം നിശ്ചലം. രണ്ടാമതെന്ന് ഒന്നില്ലാത്ത ആ തത്വം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. യത് പ്രത്യസ്താശേഷമായാവിശേഷം പ്രത്യക് രൂപം പ്രത്യയാഗാമ്യമാനം സർവജ്ഞാനാനന്ദമാനന്ദരൂപം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. യത് പ്രത്യസ്താശേഷമായാവിശേഷം പ്രത്യക് രൂപം പ്രത്യയാഗാമ്യമാനം സത്യജ്ഞാനാനന്ദമാനന്ദരൂപം ബ്രഹ്മാദ്വൈതം യത്തദേവാഹമസ്മി. യത് പ്രത്യസ്താശേഷമായാവിശേഷം പ്രത്യക് രൂപം പ്രത്യയാഗാമ്യഭാവം സത്യജ്ഞാനാനന്ദം ആനന്ദരൂപം അദ്വൈതം ബ്രഹ്മ തദേവ അഹമസ്മി. അത് എന്താണ്? പ്രത്യസ്ത. എല്ലാം അസ്തമിച്ച്, പ്രത്യസ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അസ്തമിച്ചിരിക്കുന്നു. എന്താ അസ്തമിച്ചിരിക്കുന്നത്? പ്രത്യസ്ത അശേഷമായ വിശേഷം. മായയുടെ എല്ലാ തരത്തിലുള്ള വിശേഷങ്ങളും അവിടെ എന്നിൽ അസ്തമിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ടും പ്രത്യസ്തമായിരിക്കുന്നു, പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്നു. മായയുടെ വികൃതികളിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തമാണ്. അതിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മായ ഇല്ല. നമ്മൾ കാണുന്നു, അത് നമ്മളുടെ തലത്തിലാണ്. അപ്പോൾ പ്രത്യേക് അന്തരാത്മാ, ഞാൻ ആ അന്തരാത്മാവാണ്. പ്രത്യേക് അന്തരാത്മാ പ്രത്യയാഗാമ്യമാനം പ്രത്യേകമായിട്ടുള്ള അന്തരാത്മാവാണ് ഞാൻ. അപ്പം ഈ തത്വം സത്യജ്ഞാനം അനന്തം ആനന്ദരൂപം അദ്വൈതം ബ്രഹ്മ തദേവ അഹമസ്മി. ഇതെങ്ങനെയാണ് ഈ തത്വത്തെ മനസ്സിലാക്കുക? ഇവിടെ പറയുന്നു മായാവിശേഷങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും പ്രത്യസ്തമായിട്ടിരിക്കുന്ന ആ തത്വത്തെ. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ മായയുടെ തന്നെയല്ലേ? അപ്പോൾ ഈ ബുദ്ധിയോ മനസ്സോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് എന്നാണെങ്കിലോ അഖണ്ഡാകാര വൃത്തി, മനസ്സിലുദിക്കുന്ന അഖണ്ഡാകാര വൃത്തികളിൽ നിന്നും ആ വൃത്തിയിൽ തിരിച്ചറിയുന്നതാണ് ആ തത്വത്തെ. മനസ്സിനെ ഈ ബ്രഹ്മമയമാക്കി അഖണ്ഡാകാര ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ അറിവ്, അതിൻ്റെ നിരന്തര അനുസന്ധാനത്തിലൂടെ ആ മനസ്സ് അതായി മാറി. അങ്ങനെയാണ് ആ തത്വത്തെ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു ശിഷ്യൻ്റെ അനുഭവമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷ്ക്രിയോസ്മി അവികാരോസ്മി നിഷ്കലോസ്മി നിരാകൃതിഃ നിർവികൽപോസ്മി നിത്യോസ്മി നിരാലംബോസ്മി നിർദ്വയഃ. നിഷ്ക്രിയോസ്മി അവികാരോസ്മി നിഷ്കലോസ്മി നിരാകൃതിഃ നിർവികൽപോസ്മി നിത്യോസ്മി നിരാലംബോസ്മി നിർദ്വയഃ. നിഷ്ക്രിയഃ അസ്മി. എനിക്ക് ഒരു തൊഴിലും ഇല്ല, ഒരു കർമ്മവും ഇല്ല. തൊഴിൽ രഹിത വരുമാനം അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടോ? അങ്ങനെ അർത്ഥമല്ല. നിഷ്ക്രിയഃ അവികാരഃ, എന്നിൽ ഇതൊന്നുമില്ല. അവികാരഃ, ഒരു ചേഞ്ചുമില്ല. പിന്നെയോ നിഷ്കലഹ ഒരു തരത്തിലുള്ള അരൂപനാണ്. നിരാകൃതിഃ, അതുകൊണ്ട് തന്നെ നിരാകൃതിഃ. നിർവികൽപഃ, ഒരു തരത്തിലുള്ള വികല്പമോ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ അങ്ങനെയൊന്നുമുള്ള ഒരു വികല്പങ്ങളോ കൽപ്പനകളോ ഒന്നുമില്ല. നിത്യഃ അസ്മി, നിത്യമാണ്. നിരാലംബഃ,
ഞാനൊന്നിനും ഒന്നിൻ്റെയും ആലംബനം, ഒന്നിൻ്റെയും സപ്പോർട്ട് ആവശ്യമില്ല. നിരാലംബനാണ്. കാരണം എന്താ, ഞാനാണ് എല്ലാറ്റിനും സപ്പോർട്ട്. അങ്ങനെയുള്ള ഞാനോ നിരാലംബനാണ്. നിരാലംബഃ അസ്മി നിർദ്വയഃ അസ്മി. രണ്ടെന്നുള്ള ഒന്ന് ഇല്ലാത്ത അദ്വയമായിട്ടുള്ള സ്വരൂപമാണ് ഞാൻ. നിഷ്ക്രിയോസ്മി അവികാരോസ്മി നിഷ്കലോസ്മി നിരാകൃതി നിർവികൽപ്പോസ്മി നിത്യോസ്മി നിരാലംബോസ്മി നിർദ്വയഃ. സർവാത്മകോഹം സർവോഹം സർവാതീതോഹമദ്വയഃ കേവലാഖണ്ഡബോധോഹം ആനന്ദോഹം നിരന്തരഃ. സർവാത്മകോഹം സർവോഹം സർവാതീതോഹമദ്വയഃ കേവലാഖണ്ഡബോധോഹം ആനന്ദോഹം നിരന്തരഃ. അഹം സർവാത്മകഃ അസ്മി. ഞാൻ സർവാത്മക, ഞാൻ സമസ്ത പ്രപഞ്ചമയനാണ്. ഇനിയോ അഹം സർവഃ, ഞാൻ എല്ലാമാണ്, എല്ലാറ്റിനും സർവ അതീത, എല്ലാറ്റിനും അതീതമാണ്. അദ്വയഃ, അൺബ്രോക്കൺ നോളജ്, അതാണ് ഞാൻ. ഒന്നിനാലും ഖണ്ഡിതമാകാത്ത അഖണ്ഡ ജ്ഞാനമാണ് ഞാൻ. സർവാതീതഃ അദ്വയഃ അഹം കേവല അഖണ്ഡബോധഃ. അഖണ്ഡബോധഃ, ആ ഒന്നിനാലും അഭംഗുരമായിട്ടുള്ള ജ്ഞാനമാണ്, ജ്ഞാനസ്വരൂപമാണ്, നിത്യബോധസ്വരൂപമാണ്. അഹം നിരന്തരഃ ആനന്ദഃ അസ്മി. അഹം നിരന്തരഃ ആനന്ദഃ, ഒരു തരത്തിലുള്ള അന്തരവുമില്ലാത്ത, ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാത്ത ആനന്ദമാണ്. അപ്പം ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾക്കിത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളല്ല. അതുകൊണ്ടാണ് വളരെ സ്പീഡിലാണല്ലോ നമ്മൾ പോകുക, അല്ലേ? ഈ ശ്ലോകങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് നാം മറ്റുള്ളവരോട് പങ്കുവെക്കുക, അല്ലേ? എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നറിയാം, തൃപ്തമായിട്ടോ. ഇപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ആ വിശേഷങ്ങളൊക്കെ വളരെ വലുതായിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു ചെറിയ ജീവിതത്തിലെ ഒരു ചെറിയ അല്പസ്വല്പം വിജയങ്ങളൊക്കെ നമ്മൾ എത്ര വലിയ വാക്കുകളിലൂടെയാണ് പങ്കുവെക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആത്യന്തിക വിജയത്തെ ആണ് പങ്കുവെക്കുന്നത്. ആ വാക്കുകളിലൂടെയാണ്. ആ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനായിട്ട് ഈ ആനന്ദം, അദ്ദേഹം അനുഭവിക്കുന്ന ഈ ആനന്ദം വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനായിട്ട് സാധ്യമല്ല എങ്കിലും അതിന് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്കിത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട്, അത് നമ്മളുടെ കാര്യം. സാമ്രാജ്യ വിഭൂതിരേഷാം ഭവത്കൃപാശ്രീ മഹിമ പ്രസാദാത് പ്രാപ്താ മയാ ശ്രീ ഗുരവേ മഹാത്മനെ നമോ നമസ്തേസ്തു പുനർനമോസ്തു. സ്വരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷാ ഭവത്കൃപാശ്രീ മഹിമ പ്രസാദാത് പ്രാപ്താ മയാ ശ്രീ ഗുരവേ മഹാത്മനെ നമോ നമസ്തേസ്തു പുനർനമോസ്തു. ഭവത്കൃപാശ്രീ മഹിമപ്രസാദാത് മയാ ഏഷ സ്വരാജ്യ സാമ്രാജ്യ വിഭൂതി പ്രാപ്ത മഹാത്മനെ ശ്രീ ഗുരവേ നമഃ. തേ നമഃ അസ്തു, പുനഃ നമഃ അസ്തു. ഭവത്കൃപാശ്രീ മഹിമപ്രസാദാത്. അല്ലയോ ഗുരോ, അങ്ങയുടെ അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കൃപയാൽ ആണ് എനിക്കിതെല്ലാം പ്രാപ്ത അസ്മി, ഞാനിതെല്ലാം നേടിയിരിക്കുന്നു. എന്താ നീ നേടിയത്? സ്വരാജ്യ സാമ്രാജ്യ വിഭൂതി എല്ലാം. സ്വരാജ്യം ഞാനൊരു ഈ മഹത്വം ഞാൻ നേടിയിരിക്കുകയാണ്. സ്വരാജ്യം, എൻ്റെ രാജ്യം ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ടോ നീ രാജാവായോ? ഞാൻ രാജാവല്ല, സമ്രാട്ടാണ്. എല്ലാം എൻ്റെ അധീനതയിലാണ് ഇപ്പോൾ. എൻ്റെ രാജ്യം ഇത് എൻ്റെ അധീനതയിലാണ്. ഇതെല്ലാം അങ്ങയുടെ കൃപയാലാണ് ഇതെല്ലാം നേടിയത്. അതുകൊണ്ട് അല്ലയോ ഗുരു മഹാത്മാവേ, അങ്ങേക്ക് ആയിക്കൊണ്ടിട്ട് വീണ്ടും 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 നമസ്കാരം. അല്ലേ, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു കുന്നിക്കുരു തന്നിട്ടുണ്ട് എങ്കിൽ കുന്നോളം നന്ദി നമ്മൾ കീപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഇത്രമാത്രം
വലിയ ആത്മസാമ്രാജ്യത്തിൻ്റെ സമ്രാട്ടായിട്ട് വാഴാനായിട്ട് സാധിച്ചത് ഈ ഗുരുവിൻ്റെ കൃപയാണ്. അപ്പോൾ എത്രമാത്രം നന്ദി ഉണ്ടാകണമെന്നൊന്ന് നോക്കൂ. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സാധാരണ രീതിയിൽ സാധു സന്യാസിമാരെയൊക്കെ മഹാരാജെന്നാണ് വിളിക്കുന്നത്. ഒരു തരത്തിലുള്ള ധനമോ ഒന്നും കാണില്ല. ഒരു രാജ്യം പോയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ, ചിലപ്പോൾ ദേവസ്ഥാനങ്ങളിൽ, ചിലപ്പോൾ വൃക്ഷങ്ങളുടെ മൂലങ്ങളിലൊക്കെ ആയിരിക്കും ഇവരുടെ താമസമൊക്കെ. എന്നാലും വിളിക്കുമ്പോൾ മഹാരാജ് നമസ്കാരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുക, സംബോധന ചെയ്യുക. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ജ്ഞാനത്തിൻ്റെ മഹത്വമാണ്. ഈ ജ്ഞാനത്തിൻ്റെ മഹത്വമാണ് ഈ കാവ്യയെയും ഈ മഞ്ഞയെയും ഒക്കെ കാണുമ്പോൾ ആളുകൾ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഈ ജ്ഞാനത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ മുമ്പ് ആരായിരുന്നു അത്? നല്ല ഓർമ്മയുണ്ട് അല്ലേ? അനന്ത സമുദ്രം, ദുഃഖ സമുദ്രത്തിലായിരുന്നു. അതിനകത്തുനിന്ന് ഒരിക്കലും കരകയറി വരുമെന്ന് കരുതിയിരുന്നതേ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ മാറി, കുറച്ച് മുമ്പുള്ള അവസ്ഥ മാറി ഇല്ലേ? ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഗുരുവിൻ്റെ മയാ പ്രാപ്താമയ ശ്രീ ഗുരവേ മഹാത്മനെ നമോ നമസ്തേസ്തു പുനർനമോസ്തു. ഇത് അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്, അങ്ങയുടെ കൃപയാൽ, ആ കടാക്ഷ ദൃഷ്ട്യ അത് എന്നിൽ പതിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ടുള്ള അതിനായിട്ട് നമസ്കരിക്കാനല്ലാതെ വേറെ എന്താ സാധിക്കുക? വേറെ എന്തെങ്കിലും ഈ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് വേറെ എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമസ്കരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവർ സ്വരാജ്യ സാമ്രാജ്യത്തിൻ്റെ സമ്രാട്ടാണ്. അവിടെ കൊണ്ടുപോയി നമ്മൾ എന്ത് കൊടുക്കാനാണ്? അപ്പോൾ നമസ്കാരം. നമോ നമഃ. മഹാസ്വപ്നേ മായാകൃത ജനിജരാ മൃത്യുഗഹനേ ഭ്രമന്തം ക്ലിശ്യന്തം ബഹുലതര താപൈരനുദിനം അഹങ്കാരവ്യാഘ്ര വ്യധിത ഇമമത്യന്ത കൃപയാ പ്രബോധ്യ പ്രസ്വാപാത് പരമവിതവാൻ മാം അസി ഗുരോ. മഹാസ്വപ്നേ മായാകൃതജനിജരാ മൃത്യുഗഹനേ ഭ്രമന്തം ക്ലിശ്യന്തം ബഹുലതരതാപൈരനുദിനം അഹങ്കാരവ്യാഘ്ര വ്യതിതമിമം അത്യന്തകൃപയാ പ്രബോധ്യ പ്രസ്വാപാത് പരമവിതവാൻ മാം അസി ഗുരോ. മഹാസ്വപ്നേ മായാകൃത ജരാമൃത്യുഗഹനേ ഭ്രമന്തം അനുദിനം ബഹുലതരപാപൈഃ ക്ലിശ്യന്തം അഹങ്കാരവ്യാഘ്രവ്യതിതം ഇമം മാം അത്യന്തകൃപയാ പ്രസ്വാപാത് പ്രബോധ്യ. ഹേ ഗുരോ, പരമം അവിതവാൻ അസി, പരമം അവിതവാൻ അസി. അപ്പോൾ പറയാണ്, ഗുരുവിനോട് പറയാണ്, എൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട് ഗുരു. മഹാസ്വപ്നേ പ്രബന്ധം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, കഷ്ടപ്പാട്. ആ കഷ്ടപ്പാടിലൂടെ ഇങ്ങനെ അലയുകയായിരുന്നു അല്ലേ. എന്നിട്ടോ മായാകൃത ജനിജരാ മൃത്യുഗഹനെ, മായയാൽ ഗഹന വളരെ തിക്കായിട്ടുള്ള, അതിനകത്ത് മുഴുവനും ജനിജരാ മൃത്യു അല്ലേ, ജനനം മരണം പിന്നെയും ഇതൊക്കെ തന്നെയായിട്ട് ഇങ്ങനെ സംസാര സാഗരേ മഗ്നം കർമ്മഗ്രാഹഗൃഹീതാംഗം, സംസാരമാകുന്ന സാഗരത്തിൽ മഗ്നമായിട്ട് കർമ്മങ്ങളാകുന്ന മുതലകളാൽ പിടിച്ച് വലിക്കപ്പെട്ട് മുങ്ങിക്കിടന്നിരുന്ന എന്നെ മുഞ്ച എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള മാമുദ്ധര എന്നെ ഒന്ന് ഇതിനകത്തുനിന്നൊന്ന് ഒക്കിക്കൊണ്ട് വരുമോ എന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ബഹുലതര പലതരത്തിലുള്ള താപങ്ങളും, ചിലപ്പോൾ പുറത്താണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ ശരീരത്തിനാണ് പ്രശ്നം, ചിലപ്പോൾ വീടിനുള്ളിലാണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ പുറത്തായിരിക്കും പ്രശ്നം, ചിലപ്പോൾ മനസ്സിലായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ബുദ്ധിയുടെ പ്രശ്നം, അപമാനാദികൾ, ഇങ്ങനെയൊക്കെ അനുദിനം എല്ലാ ദിവസവും അഹങ്കാരമാകുന്ന കടുവ എന്നെ പിടിച്ച് മുറുക്കിയിരുന്നു. അപ്പോൾ കടുവയുടെ പിടിയിലായിട്ടുണ്ട് എങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അസാധ്യമാണ്.
ഇപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടിട്ട് ഉണർന്നിട്ടുണ്ടായെങ്കിൽ എന്തായിരിക്കും, ഓ എന്തായിരുന്നു ആ കണ്ടുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം എന്താ അവസ്ഥ അല്ലേ. അപ്പോൾ ഗുരു കൃപയാൽ സംസാര സാഗരം വറ്റിപ്പോയി. പിന്നെ കരകയറാൻ ഞാനില്ലെന്നായി. എൻ്റെ അഹങ്കാരമാകുന്ന കടുവയുമില്ല അവിടെ, കടുവയുമില്ല, കടുവ പിടിച്ചതും ഇല്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയായി. അല്ലെങ്കിൽ സംസാര സമുദ്രമേ തന്നെ വറ്റിപ്പോയി. പിന്നെ അവിടെ എന്തിന് തരണം ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ആ ഗുരുവിൻ്റെ കൃപയാൽ നമ്മൾക്ക് സംഭവിക്കുക. അത്രമാത്രം മഹത്വമാണ് മഹാത്മാക്കളുടെ അനുഗ്രഹം. ആ അനുഗ്രഹത്താൽ അവർ പറയുന്ന ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇതാണ് ഈ ഒരു ഭീകര സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കഴിയുമ്പോൾ ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല അല്ലേ. മാ ബഹിഷ്ഠ എന്ന ആദ്യമേ തന്നെ അദ്ദേഹം നമ്മൾക്ക് ഉറപ്പ് തന്നിരുന്നു. ഓക്കെ. മഹാസ്വപ്നേ മായാകൃത ജനിജരാ മൃത്യുഗഹനേ ഭ്രമന്തം ക്ലിശ്യന്തം ബഹുലതരതാപൈഃ അനുദിനം അഹങ്കാരവ്യാഘ്ര വ്യതിതം ഇമമത്യന്തകൃപയാ പ്രബോധ്യ പ്രസ്വാപാദ പരമവിതവാൻ മാം അസി ഗുരോ. ഇത്തരത്തിൽ അവിതവാൻ എന്നെ സംരക്ഷിച്ചു, അങ്ങ് എന്നെ ഇതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തി സംരക്ഷിച്ചു. ഇനി അടുത്തത് നമസ്തസ്യൈ സദൈകസ്മൈ തസ്മൈ ചിന്മഹസേ നമഃ യദേതദ് വിശ്വരൂപേണ രാജതേ ഗുരുരാജതേ നമസ്തസ്മൈ സദൈകസ്മൈ കസ്മൈ ചിന്മഹസേ നമഃ യദേതദ് വിശ്വരൂപേണ രാജതേ ഗുരുരാജതേ. ഗുരുരാജ യത് തേ ഏതത് വിശ്വരൂപേണ രാജതേ സദാ ഏകസ്മൈ തസ്മൈ നമഃ കസ്മൈ ചിത് മഹസേ നമഃ രാജതേ ഗുരുരാജതേ തേ നമഃ. അങ്ങേക്ക് ആയിക്കൊണ്ടിട്ട് നമസ്കാരം. ഹേ ഗുരുരാജ്, ഗുരുക്കന്മാർക്കും രാജാവാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് ആയിക്കൊണ്ടിട്ട് നമസ്കാരം. അനിർവചനീയമായിട്ടുള്ള ഗുരുവിനെ നമ്മൾക്ക് വാക്കുകളെ കൊണ്ടൊന്നും വർണ്ണിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ വിശ്വം തന്നെയായിട്ട് വിളങ്ങുന്ന ആ ഗുരു. യസ്മൈ നമഃ തസ്മൈ നമഃ കസ്മൈ നമഃ. ഇതെല്ലാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശിഷ്യനെ കാണുമ്പോൾ ആ ടീച്ചറിനുണ്ടാകുന്ന ആനന്ദം എത്രമാത്രമായിരിക്കും അല്ലേ. ആശ്ചര്യോ വക്ത. അത്തരത്തിൽ ഈ തരത്തിലൊരു ശിഷ്യനെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ആ വക്താവ് അല്ലെങ്കിൽ ആ ഗുരു എത്തരത്തിലുള്ള ആളായിരിക്കണം അല്ലേ. അപ്പം ഇങ്ങനെ ശിഷ്യനെ കണ്ടുകൊണ്ട് ശിഷ്യനെ അടുത്ത ശ്ലോകം കൂടി ഒന്ന് നോക്കാം. ഇതി നതമവലോക്യ ശിഷ്യവര്യം സമധിഗതാത്മസുഖം പ്രബുദ്ധതത്വം പ്രമുദിതഹൃദയസ്സ ദേശികേന്ദ്രഃ പുനരിതമാഹവജഃ പരം മഹാത്മാ. ഇതി നതമവലോക്യ ശിഷ്യവര്യം സമധിഗതാത്മസുഖം പ്രബുദ്ധതത്വം പ്രമുദിതഹൃദയസ്സ ദേശികേന്ദ്രഃ പുനരിതമാഹവജഃ പരം മഹാത്മാ. ഇതി സമധിഗതാത്മസുഖം പ്രബുദ്ധതത്വം നദം ശിഷ്യവര്യം അവലോക്യ. ശിഷ്യനെ നോക്കിക്കൊണ്ട് എങ്ങനെയുള്ള ശിഷ്യനാണ് പ്രബുദ്ധതത്വം, ആ തത്വത്തെ നന്നായിട്ട് ബോധിച്ച് അല്ലെങ്കിൽ ആ തത്വം മനസ്സിൽ ജ്ഞാനം നേടി വിജ്ഞാനമായിട്ടുള്ള ഒരു ശിഷ്യനെ നോക്കിക്കൊണ്ട് പ്രമുദിത ഹൃദയ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആനന്ദം എത്ര മാത്രമായിരിക്കും അല്ലേ. നമ്മൾക്ക് വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ അല്ലേ നല്ല 99% മാർക്ക് പ്ലസ് ടുവിന് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ പറയും എൻ്റെ മോളാ കേട്ടോ, എത്ര സന്തോഷത്തോടു കൂടിയ അല്ലേ മറ്റുള്ളവർക്ക് എല്ലായിടത്തും അനുമോദനത്തിനൊക്കെ ആയിട്ട് കൊണ്ടു നടക്കണം. എൻ്റെ മോനാണ്. അമ്മ പറയും, ടീച്ചർ പറയും എൻ്റെ സ്റ്റുഡൻ്റാണ് എന്ന്, എൻ്റെ ഫ്രണ്ടാണ് എന്ന് കൂട്ടുകാർ പറയും അല്ലേ. എത്ര ആനന്ദമാണ് അവർക്ക്. അതേപോലെ പ്രമുദിത ഹൃദയ, ആ ഗുരുവിന് വളരെയധികം ആനന്ദം ഉണ്ടായി. ദേശികേന്ദ്ര, ദേശികനാണ് അദ്ദേഹം. ദേശികേന്ദ്ര, മാർഗദർശികളിലെ ഇന്ദ്രനായിട്ടുള്ള അദ്ദേഹം. പുനരിതമാഹ വജഃ പരം മഹാത്മാ, ആ മഹാത്മാവായിട്ടുള്ള അദ്ദേഹം ഇതം പരം വജഃ പുനഃ ആഹ, ഇത്തരത്തിലുള്ള വാക്കിനെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.